കാലാവസ്ഥാ വ്യതിയാനത്തിൽ കടലെടുക്കുന്ന ജീവിതങ്ങളുടെ കാഴ്ചകളുമായി ക്ലൈമറ്റ് കമ്മ്യൂണിറ്റി ആർട്ട് ഇനിഷ്യേറ്റീവിന്റെ കലാപ്രദർശനമേള. രാധാഗോമതി ക്യൂറേറ്റ് ചെയ്യുന്ന പ്രദർശനത്തിൽ 30 കലാകാരന്മാരുടെ സൃഷ്ടികളാണുള്ളത്. എറണാകുളത്തെ കേരള മ്യൂസിയത്തിലാണ് ഈ പ്രദർശനം നടക്കുന്നത്. തൈത്തന്നൽ താരാട്ടി വല്ലിന്മേലാളിച്ച പുത്തൻമാലരിൻ്റെ കാന്തിപൂരം. വേലിയേറ്റം വരും പോകും, കാലാവസ്ഥ വ്യതിയാനങ്ങൾ സംഭവിക്കും. പക്ഷേ അതിന്റെ പ്രത്യാഘാതങ്ങൾ പേറുന്നത് പ്രത്യക്ഷത്തിൽ ഒരുപിടി മനുഷ്യർ മാത്രം. കടലെടുത്ത ജീവിതങ്ങളിലൂടെ ഉടലെടുത്ത കഭൂം അഥവാ കത്തിയെരിയുന്ന ഭൂമി മലയാളം. കലയിൽ ജീവിത സത്യങ്ങൾ തെളിഞ്ഞപ്പോൾ കലാസ്വാദകർക്ക് ലഭിച്ചത് വേറിട്ട അനുഭവം. 30 കലാകാരന്മാരുടെ കരവിരുതാണ് പ്രദർശനത്തിന്റെ പ്രധാന ആകർഷണം. കഴിഞ്ഞൊരു 30-35 വർഷത്തില് കൊച്ചി മാറിയിരിക്കുന്ന ഒരു മാറ്റം ഭയങ്കരമാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ കൊച്ചി മാത്രം എടുത്തു കഴിഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർക്ക് ഭീതിയാണ്. കാരണം വെള്ളത്തിന് പോകാൻ ഇടവില്ലാതെ ഒരു 10 വർഷം മുമ്പേത്തുള്ള വേലിയേറ്റത്തിന് കണക്കും ഇന്നത്തെയും തമ്മിൽ ഭയങ്കര ഡിഫറൻസാണ്. പിന്നെ വേലിയേറ്റത്തിൻ്റെ വരവും പോക്ക് പോലും ഇപ്പോൾ അതെന്ന് വെച്ചാൽ പ്രവചനാതീതമായി മാറിയിട്ടുണ്ട്. നമ്മൾ ഫീൽഡ് വിസിറ്റ്സിനും പോയി. അതോടുകൂടിയിട്ടാണ് നമ്മുടെ ആർട്ടിസ്റ്റുകൾക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ ഈ അടപ്പൂരി പോവുക എന്ന് പറയുന്ന പോലത്തെ ഒരു സംഭവമാണ്. ഇത് ഒരു വൻകിട ഒരു ദുരന്തമാണെന്നും ഞാൻ അന്ന് മനസ്സിൽ കണ്ട് കഭൂം ഇസ് എ സൗണ്ട് ഓഫ് എൻ എക്സ്പ്ലോഷൻ that needs to have its silencers removed എന്ന് പറയുന്ന ഒരു സത്യത്തിലേക്ക് നമ്മൾ വന്നെത്തുന്നത്. കൺകൂളീരേകിടും അമ്പിളി മായുന്നു, വിൺതലം കൈവിട്ടു നാളിൽ നാളിൽ. സാമൂഹിക പ്രതിസന്ധിയെ ശാസ്ത്രീയമായ മാർഗത്തിലൂടെ പരിഹാരം കാണുകയും അത് കലയിലൂടെ പൊതുജനങ്ങൾക്ക് പകർന്നു നൽകുകയും ചെയ്യുക എന്നതാണ് കഭൂമിന്റെ പ്രത്യേകത. വെള്ളത്തിലാകുന്ന കൊച്ചിയുടെ ഗ്രാമങ്ങളും പ്രതിസന്ധികളും തുടർന്നുള്ള പോരാട്ടങ്ങളുമാണ് ഇൻസ്റ്റലേഷനുകളിലൂടെയും രചനകളിലൂടെയും ചിത്രങ്ങളിലൂടെയും പ്രദർശിപ്പിക്കുന്നത്. ഇപ്പോൾ ഇനി നമ്മൾ വന്നെത്തിയിരിക്കുന്ന ഇടം ഇനി തിരിച്ചു പോക്ക് ഇല്ല. പക്ഷെ നമുക്ക് കുറച്ച് തടകൾ ഇടാൻ പറ്റും. നമുക്ക് ഇത് വി ക്യാൻ ബൈ മോർ ടൈം, ബൈ അവർസെൽവ്സ് എ ലിറ്റിൽ മോർ ടൈം. കുറച്ച് സമയം നമുക്ക് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് എടുക്കാൻ പറ്റും. നമ്മൾ കറക്റ്റായിട്ട് ഒരുമിച്ച് നിൽക്കുകയും ഇത് വേണ്ട വിധത്തിൽ കാണുകയും ചെയ്യുകയാണെങ്കിൽ. കാരണം ഇതൊരു വൻകിട ഒരു സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു റെഫ്യൂജി സിറ്റുവേഷനും അതുപോലെ വളരെ കുറച്ച് റിസോഴ്സസ് വിഭവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധങ്ങൾ സംഭവിക്കാവുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. പൊങ്ങിപ്പറക്കട്ടെ വിൺതലത്തിൽ. കേരള മ്യൂസിയമാണ് ഒക്ടോബർ 19 വരെ നീളുന്ന പ്രദർശനത്തിന് വേദിയായത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.